ഞാൻ 10th വരെ കേരളത്തിലായിരുന്നു പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് 11th 12th ഞാൻ വേറൊരു സ്റ്റേറ്റിലേക്കാണ് പോയത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബോഡിയിൽ ചേഞ്ചസ് വരാൻ തുടങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് തടി കൂടാൻ തുടങ്ങി. അതായത് ഞാൻ 8th 9th 10th ആ ഒരു സമയത്തൊക്കെ നല്ല മെലിഞ്ഞിട്ടായിരുന്നു. എൻ്റെ മാക്സിമം വെയിറ്റ് ചെയ്താണ്ട് 38 to 40 kg ആ ഒരു റേഞ്ചായിരുന്നു. പക്ഷേ പെട്ടെന്ന് അതൊരു 45 50 ആ ഒരു റേഞ്ചിലേക്ക് കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ പീരീഡ്സ് ഒക്കെ റെഗുലർ ആവാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഭയങ്കരമായ വയറുവേദന, ക്ഷീണം, അങ്ങനെ പെട്ടെന്ന് ഉള്ള ദേഷ്യം, അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അലോപ്പതി ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സ്കാൻ എടുക്കാം, അബ്ഡോമിനൽ സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് അത്ര പ്രശ്നമില്ല, പക്ഷെ എന്നാലും റൈറ്റ് ഓവറി ചെറുതായിട്ട് പോളിസിസ്റ്റിക് ആണ് എന്നൊരു ഇത് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു തൽക്കാലം സ്ട്രെസ് ഒന്നും എടുക്കണ്ട, എക്സസൈസ് ചെയ്ത് ഡയറ്റ് കൺട്രോൾ ചെയ്താൽ മതി, ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ വന്നു. പക്ഷേ ഞാൻ നെക്സ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോയിരുന്നു നീറ്റിന് തന്നെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഓൾറെഡി സ്ട്രെസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും എൻ്റെ കണ്ടീഷൻ ഭയങ്കര വേഴ്സ്റ്റ് ആവാൻ തുടങ്ങി. ഏതാണ്ട് എനിക്കൊരു 90 days 98 ഡേയ്സോളം ഒരു തവണ പീരീഡ്സ് ആവാതിരുന്നു. ചിലപ്പോൾ 50 ദിവസം അങ്ങനെയൊക്കെ ഗ്യാപ്പിൽ പീരീഡ്സ് വരുന്നത് ഭയങ്കര ഇറഗുലർ ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്നിട്ട് പോകുമ്പോൾ അലോപ്പതിയിൽ എല്ലാവരും പറഞ്ഞത് എക്സസൈസ് തന്നെ ചെയ്യാനാണ്. എക്സസൈസ് ഒക്കെ ചെയ്യാനുള്ളൊരു ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് വളരെ കുറച്ചാണ്. പക്ഷെ കിട്ടുന്ന സമയത്ത് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഹോമിയോയിലേക്ക് കാണിച്ചിരുന്നു. അത് അവിടെ പോയപ്പോൾ അത് ഞാൻ എൻ്റെ റിപ്പീറ്റ് കഴിയുന്നതിന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഒരു ഡോക്ടറെ അടുത്ത് പോയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭയങ്കരമായിട്ട് വഴക്ക് പറയാൻ തുടങ്ങി. എന്തിനാണ് വർഷം കളഞ്ഞത്, സ്ട്രെസ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്കൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടേക്ക് പോകുന്നത്. ഞാൻ ഡോക്ടറെ അമ്മയെ എടുത്തായിരുന്നു ആദ്യം കൺസൾട്ട് ചെയ്യാൻ പോയത്. അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് എത്തിയത്. ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. മരുന്ന് ഓൾറെഡി തരുന്നുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എൻ്റെ അപ്ഡേറ്റ്സ് അന്വേഷിക്കാറുണ്ടായിരുന്നു. ഞാനപ്പം ആ വർഷം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോയിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് ചെറിയ ചെറിയ വേരിയേഷൻസ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത സമയത്ത് അത്ര സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു. എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. ഡോക്ടറാണെങ്കിലും എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. എൻ്റെ റിപ്പീറ്റ് കഴിഞ്ഞൊരു സമയത്താണെങ്കിലും ഞാൻ നല്ല ടെൻഷനിലൊക്കെ ആയിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ എന്നെ ആൾ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാറുണ്ടായിരുന്നു. മരുന്നുകൾ തരാറുണ്ടായിരുന്നു. അത് കഴിച്ചതിന് ശേഷം ഓൾമോസ്റ്റ് എൻ്റെ പീരീഡ്സ് ഒക്കെ ഒന്ന് സിങ്ക്രണൈസ് ആയി വന്നു. പിന്നീട് എനിക്ക് അഡ്മിഷനായി ഞാനിപ്പോൾ എൻ്റെ കോഴ്സിൻ്റെ ഇവിടേക്ക് വന്നു. പക്ഷെ ഇപ്പം എനിക്ക് മരുന്ന് ഇവിടെ എത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയി. എൻ്റെ പീരീഡ്സ് ഒക്കെ ഇപ്പം അത്യാവശ്യം നല്ല റെഗുലറായിട്ട് തന്നെ പോകുന്നുണ്ട്. മരുന്നൊന്നും ഞാൻ കഴിക്കുന്നില്ല. പക്ഷെ എൻ്റെ പീരീഡ്സ് എല്ലാം നോർമലായി. ഓൾമോസ്റ്റ് ഞാൻ പഴയ പോലെ ആയി വരുന്നു. ഇപ്പോഴും എല്ലാം ഓക്കെ ആയി പോകുന്നു.